ഒരിക്കൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ മറിയ എന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ദൂതൻ മറിയയോട്, മറിയേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം, നിന്റെ രാജ്യം വരേണമേ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യം, തമ്മിൽ ചേരാത്ത രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. റോമർ 14:17 പറയുന്നത് പോലെ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിറഞ്ഞതാണ് ആ ദൈവരാജ്യം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമുക്ക് ആശ്വസിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.